ഞാൻ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ നമ്മൾ പാടിക്കൊണ്ടിരുന്ന പാട്ട് ഹല്ലേലൂയ, നമുക്ക് വല്ലഭനാ നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമുക്ക് വലിയവനാ, അല്ലേ? പ്രൈസ് ഗോഡ്. നമുക്ക് ആ പാട്ടും ഓരോ സംഗതികളും ഇവിടെ നിന്ന് കിട്ടുന്നത്, നാം ഇന്ന് കേൾക്കുന്നത് നമുക്ക് എൻജോയ് ചെയ്യുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ബലമേറ്റെടുപ്പാൻ തക്കവണ്ണം പ്രിയ സഹോദരിമാരെ നമുക്കതിന് കഴിയണം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നല്ലൊരു കൊയർ ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എന്നിട്ട് പറയുവാണ്, അവൻ ആരാ? അവൻ നമ്മുടെ പരിചയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. വലഭനായ ദൈവം, വലിയവനായ ദൈവം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പരിചയായി നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമുക്ക് ചുറ്റും പരിചയ. ദേവദാസിമാരെ, അവൻ നമുക്ക് ചുറ്റും ഹല്ലേലൂയ മഹത്വമാ. ഹല്ലേലൂയ. അവൻ നമുക്ക് ചുറ്റും തീമതിലാ. പ്രൈസ് ഗോഡ്. അവൻ നമുക്ക് ചുറ്റും പട്ടാളമാ. ഇത്ര വലിയ ദൈവത്തെ സേവിപ്പാൻ നമുക്കിടയായതിനാൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് എനിക്ക് തന്ന ഒരു വേദവചനം 119 സങ്കീർത്തനമാ. വലിയൊരു സങ്കീർത്തനമാ, നിങ്ങൾക്കറിയാം അല്ലേ? അതിൻ്റെ 62 വാക്യമാ. ഞാൻ തന്നെ വായിച്ച് മുന്നോട്ട് പൊക്കോളാം. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. പ്രൈസ് ഗോഡ്. നിന്റെ നീതിയുള്ള വചനങ്ങൾ നിമിത്തം നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ഇവിടെ ഭക്തൻ ചെയ്യുന്ന 2 കാര്യം. ഭക്തൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. 2 ഭക്തൻ ചെയ്യുന്ന കാര്യം, ഭക്തൻ സ്തോത്രം ചെയ്യും. പ്രൈസ് ഗോഡ്. ഭക്തൻ സ്തോത്രം ചെയ്യും. സ്തോത്രത്തിന്റെ വില ജീവിതത്തിൽ മനസ്സിലാക്കിയവർ അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് സ്തോത്രം കരേറ്റിക്കൊണ്ടിരിക്കണം. പ്രൈസ് ഗോഡ്. എപ്പോഴാ എഴുന്നേൽക്കുന്നത്? ഇവിടെ പറയുന്നു, എഴുന്നേൽക്കുന്നത് അർദ്ധരാത്രിയിലാണ്. ദേവദാസിമാരെ, ഞാൻ പറയട്ടെ, 2 വിധ അർദ്ധരാത്രികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്ന്, സമയബന്ധിതമായ അർദ്ധരാത്രി. അതായത് നമുക്കറിയാം, വൈകുന്നേരമാകും, 6 മണിയാകും, നമ്മൾ പിന്നെ അത്താഴമൊക്കെ കഴിക്കും, 10 മണിയാകും, നമ്മൾ കിടന്നുറങ്ങും, 12 മണിയാകും. അതായത് ടൈം, നമുക്ക് ക്രോണോസും കെയ്റോസും ഒക്കെ അറിയാമല്ലോ. സമയം അർദ്ധരാത്രി നമുക്കറിയാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാനിവിടെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് അർദ്ധരാത്രിയുടേതായിട്ടുള്ള അനുഭവങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ കടന്നു വരും. അത് മനസ്സിലാക്കിയ ഭക്തനാ പറയുന്നത്, ഈ അർദ്ധരാത്രികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതിന്, ഈ അർദ്ധരാത്രിയിൽ നിന്ന് നാമും നമ്മുടെ തലമുറയും ഉടരവലവക്ഷംതരാരവ ഈ കാലഘട്ടത്തിൽ വിടുതൽ പ്രാപിച്ച് മാറി നിൽക്കേണ്ടതിന് ഹല്ലേലൂയ അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ നാം സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. അർദ്ധരാത്രിയുടെ അനുഭവത്തിന്റെ പ്രത്യേകതകളൊന്ന് പറയാമോ? ഒന്ന്, അർദ്ധരാത്രി ഭയപ്പെടുത്തുന്ന സമയമാ, അല്ലേ? അർദ്ധരാത്രി വിളിച്ചാൽ ആരും കേൾക്കാനില്ലാത്ത സമയമാ. ഹല്ലേലൂയ. അർദ്ധരാത്രി നമുക്ക് സഹായം ലഭിപ്പാൻ ചാൻസ് ഇല്ലാത്തൊരു സമയമാ. പ്രൈസ് ഗോഡ്. അർദ്ധരാത്രി ഉറക്കം തൂങ്ങുന്ന സമയമാ, അല്ലേ? അർദ്ധരാത്രി ഉത്സാഹം കെടുത്തുന്ന സമയമാ. ഹല്ലേലൂയ. ഉത്സാഹത്തോടെ ഇന്ന് പകൽക്കാലം ഞാൻ ചിലത് പ്രാപിച്ചെടുക്കുമെന്ന് പറഞ്ഞ് കടന്നു വന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഉത്സാഹത്തോടെ കടന്നു വന്ന എത്ര പേരുണ്ട്? ചെറിയൊരു കാര്യം പോരെ സഹോദരിമാരെ നമ്മുടെ ആത്മീയ ഉത്സാഹം കെടുവാൻ. ഹല്ലേലൂയ. അർദ്ധരാത്രി എന്ന് പറയുന്നത് മൂലയ്ക്കൊതുക്കുന്ന സമയമാ. ജീവിതത്തിൽ ആവശ്യമാകുന്ന പരിഗണന കിട്ടാതെ, ആവശ്യമാകുന്ന ഹല്ലേലൂയ യാതൊന്നും ലഭിക്കാതെ, ഒരു സ്നേഹത്തിന്റെ അംശം പോലും കിട്ടാതെ മൂലയ്ക്ക് ഒതുങ്ങിപ്പോയ സമയങ്ങളില്ലേ? നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കിക്കേ. നീ തന്നെ മൂലയ്ക്ക് ഒതുങ്ങിപ്പോയ സന്ദർഭമില്ലേ ദേവദാസി? ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. ആ യേശു കർത്താവ് നിന്റെ അർദ്ധരാത്രിയെ ഒന്ന് മാറ്റുവാൻ തക്കവണ്ണം ജീവല മനതര ഗിടകര ഗന്ധര ഭൗഷേര ദീപോരീകര മനതല ധികര രൗഡല ജീകൾ സന്ദ സാര സാദ ഓരോ ഭീകോ ബദിരവല ശാന്തരവ സന്ദരവ. ചില വ്യത്യാസങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കും. Praise God.
അർദ്ധരാത്രി എന്ന് പറയുന്നത് ക്ഷീണം തോന്നുന്ന സമയമാ, അല്ലേ? പ്രൈസ് ഗോഡ്. ആ രണ്ടാമതിരിക്കുന്ന സഹോദരിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, പലപ്പോഴും ക്ഷീണം വന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ എഴുന്നേറ്റാൽ പോലും ജൽപ്പനം ചെയ്ത് കടന്നുപോയ സമയങ്ങളില്ലേ? ഹല്ലേലൂയ. ക്ഷീണിപ്പിക്കുന്ന പോരുകൾ വെളിപ്പെടുന്ന ഒരു സമയമാ അർദ്ധരാത്രി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മനസ്സിലാക്കണമേ, കള്ളന്മാർ പതിയിരിക്കുന്ന സമയം അർദ്ധരാത്രി. 11 മണിക്ക് കള്ളന്മാർ കയറുവോ? 3 മണി 4 മണിക്ക് കള്ളന്മാർ കയറുവോ? ഇല്ല. പ്രൈസ് ഗോഡ്. അർദ്ധരാത്രിയിലെ കള്ളന്മാരൊക്കെ വന്ന് കയറുന്നത്. പ്രൈസ് ഗോഡ്. കള്ളന്മാർ പതിയിരിക്കുന്ന, കള്ളന്മാർ കയറുന്ന, കള്ളന്മാർ ഹല്ലേലൂയ കയറുവാൻ ശ്രമിക്കുന്ന അന്ധകാര വ്യാപാരങ്ങളും ഇരുട്ടിന്റെ ആളത്വങ്ങളും ദൈവജനമേ നമ്മെ മൂടുവാൻ തക്കവണ്ണം പതിയിരിപ്പുകളെ ഹല്ലേലൂയ ഒരുക്കി വിടുന്ന ഒരു സമയമാണ് അർദ്ധരാത്രിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ അടൂരിന്റെ പ്രദേശത്ത് ചില ഭക്തർ എഴുന്നേൽക്കാൻ പോവുക, ചില ഭക്തർ തീരുമാനിക്കാൻ പോവുക, ഞാൻ എന്റെ ദൈവത്തെ സ്തുതിപ്പാൻ, ഞാൻ എന്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുമെന്ന്. പ്രൈസ് ഗോഡ്. ദേവദാസ്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഞങ്ങളുടെ അമ്മയോട് ഞാനാണ് എൻ്റെ കുടുംബത്തിൽ ആദ്യം വിശ്വാസത്തിൽ വന്നത്. എൻ്റെ പ്രിയപ്പെട്ടവനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം വിശ്വാസത്തിൽ വന്നത്. ഞങ്ങൾ രണ്ടുപേരും നൈജീരിയയിലായിരുന്നു. അദ്ദേഹം അവിടെ വൈസ് പ്രിൻസിപ്പലായിരുന്നു, ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ പേരൻസ് ഹല്ലേലൂയ അവസാന കാലഘട്ടങ്ങളിലാണ് ബാബുച്ചാൻ്റെ പേരൻസൊക്കെ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി, മുന്നോട്ട് വരുവാനിടയായി. അന്ന് എൻ്റെ അമ്മയോടൊരു ദൈവദാസൻ പറഞ്ഞു, ഹല്ലേലൂയ, ചില വിഷയങ്ങളിന്മേൽ വിടുതൽ കിട്ടാതെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ അമ്മ എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞത്, ആമേൻ, 12 മണി കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അത് ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു സ്വഭാവമായി പിന്നീട് തീരുവാനിടയായി. ആ കാലഘട്ടത്തിൽ പ്രൈസ് ഗോഡ് 12 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10 മണിക്ക് കിടക്കുമ്പോൾ അലാം വെക്കും. അലാം വെക്കുമ്പോഴും മനസ്സിലൊരു തോന്നൽ, അയ്യോ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇപ്പോൾ അലാം അടിക്കുമ്പോൾ എഴുന്നേൽക്കണമല്ലോ. പക്ഷെ നമുക്ക് വിഷയത്തിന് വിടുതൽ വേണ്ടേ? പ്രൈസ് ഗോഡ്. ഉത്സാഹം നമുക്ക് വേണ്ടേ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും. ഈ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട് കേട്ടോ. അപ്പോൾ ഈ അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമ്മൾ 119 സങ്കീർത്തനം നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നുണ്ട് കൽപ്പന, സാക്ഷ്യം, ചട്ടം, പ്രമാണം, വിധി. ഇതെല്ലാം 10 പര്യായമുണ്ട് വചനത്തെക്കുറിച്ച്. ഏറ്റവും നല്ലതായിട്ട് പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ ഒരു അധ്യായമാണ് 119 സങ്കീർത്തനം. അതിനകത്തുനിന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ് അർദ്ധരാത്രിയിൽ സ്തോത്രം ചെയ്യുവാൻ എഴുന്നേൽക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദാവീദ് മാത്രമല്ല അർദ്ധരാത്രിയിൽ എഴുന്നേറ്റത്. പ്രൈസ് ഗോഡ്. സങ്കീർത്തനക്കാരനായ ആസാഫ് പറയുന്നു, സങ്കീർത്തനം 77:2, കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. രാത്രിയിൽ എൻ്റെ കൈ, കഷ്ട ദിവസത്തിൽ എൻ്റെ കൈ, ഞാൻ തളർന്നു പോകാമെന്ന വിഷയം എന്നെ 4 ചുറ്റും നിന്ന് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. എന്നിട്ടും ഭക്തൻ അവിടെ പറയുക, പ്രൈസ് ഗോഡ്, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. ലൈവ് പോകുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലവും ഉള്ളം ആശ്വാസം നിരസിച്ച് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നപ്പോൾ ദൈവദാസി, നീ പറഞ്ഞോണ്ടല്ലേ, നീ വിചാരിച്ചോണ്ടല്ലേ കയറി വന്നത്. ഈ വിഷയത്തെ പറ്റി എന്നോട് ആരും ചോദിക്കരുതെന്ന്.
യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ദൈവദാസി ആ വിഷയത്തിന് സ്വർഗം വിടുതൽ തരും. പ്രൈസ് ഗോഡ്. തല ഉയർത്തി നിന്ന വിഷയത്തിന് മറുപടി പറയാൻ ദൈവദാസി ദൈവം നിന്നെ സഹായിക്കും. ഇവിടെ പറയുക, ഹല്ലേലൂയ, ആസാഫ് ആശ്വാസം നിരസിച്ചു. ജീവിതത്തിൽ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ, ഭാരമേറിയ ചില വിഷയം വരുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് വിടുവിക്കെന്നറിയാമെങ്കിലും നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ ഹൃദയത്തിൽ, എന്നോട് ഇതേപ്പറ്റി ആരും ഒന്നും ചോദിക്കരുതെന്ന്. ആശ്വാസം നിരസിച്ച ഒരു ആസാഫ്. നമ്മൾ സഹോദരിമാരല്ലേ? അപ്പൊ ആശ്വാസം നിരസിച്ച ഹല്ലേലൂയ ഒരു സഹോദരിയെ കുറിച്ച് പറയാം. യെരമ്യാവ് 21-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, റാമേൽ ഒരു ശബ്ദം കേൾക്കുന്നു, റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. അവരില്ലായികയാൽ അവൾക്ക് ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നെന്ന്. ഹല്ലേലൂയ. യെരമ്യാ പ്രവചനത്തിൽ പറയുന്നത് വിലാപവും കഠിനമായ കരച്ചിലുമെന്ന. എന്നാൽ ഇതേ വാക്യം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. റാമേൽ ഒരു ശബ്ദം കേൾക്കുന്നു, റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. അവരില്ലായികയാൽ അവൾക്ക് ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു. അവിടെ പറയുന്നത് കരച്ചിലും വലിയ നിലവിളിയുമാ. മക്കളെ ചൊല്ലി കരയുന്ന ഒരു മാതാവ്, മക്കളെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ കഴിവില്ലാതിരിക്കുന്ന ഒരു മാതാവ്. ഇവിടെ ദൈവദാസൻ എന്ന് പ്രാർത്ഥിച്ചത് ഹല്ലേലൂയ ഒരു മാതാവിന്റെ റോളിൽ നിന്നുകൊണ്ട്, ഒരു അമ്മയുടെ റോളിൽ നിന്നുകൊണ്ട്, ദൈവദാസി നിന്റെ കടമ, നിന്റെ കടപ്പാട്, നിന്റെ തലമുറയോടുള്ളത് എന്താണെന്നറിയാമോ? നിലവിളിക്കുക. ഓ, നിലവിളിക്ക, എഴുന്നേറ്റ് നിലവിളിക്കുക. രാത്രി കാലങ്ങളിൽ യമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്ക. എന്തിനാ? കർത്തദാസൻ പറഞ്ഞല്ലോ, വീതിയുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരാത്മീയ വിശപ്പുണ്ടോ? അവരവരുടെ കുഞ്ഞുങ്ങളെ അറിയാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഈ അമ്മ കരഞ്ഞു, റാഹേൽ കരഞ്ഞു. ദൈവം അവൾക്ക് 2 മക്കളെ കൊടുത്തു. ജോസഫിനെ കൊടുത്തു, ബെന്യാമീനെ കൊടുത്തു. ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചോ? ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ പിതാവ് യോസഫിനെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നുണ്ട്, യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിന്റെ അരികെ ഫലപ്രദമായ ഒരു വൃക്ഷം, അതിന്റെ കൊമ്പ് മതിലിന്മേൽ പടർന്നിരിക്കുന്നു. വില്ലാളികൾ അവനെ എയ്തു, അവർ അവനോട് പൊരുതു, അവർ അവനെ വിഷമിപ്പിച്ചു. എന്നാൽ അവന്റെ കൊമ്പ്, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. ദൈവദാസി 12-ാം ക്ലാസ് വരെയൊക്കെ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ കൂടെ കിട്ടും. അതിനുശേഷം അവര് പുറത്തൊക്കെ അങ്ങ് പോകും പഠിക്കാൻ. മനസ്സിലാക്കണമേ, അവരെ വിഷമിപ്പിക്കുന്നവർ, കുടുംബസ്ഥനാണെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തെ വിഷമിപ്പിക്കുന്നവർ, അവർ ജോലിയാണെങ്കിൽ അവരുടെ വിസയുടെ വിഷയം, ഹല്ലേലൂയ അവരുടെ ജോലിയുടെ വിഷയം, അവരുടെ PR-ന്റെ വിഷയം, ഹല്ലേലൂയ അതൊക്കെ വെച്ചുകൊണ്ട് വിഷമിപ്പിക്കുന്നവർ കാണും, പൊരുതുന്നവർ കാണും, എയ്യുന്നവർ കാണും. എന്നാൽ ദൈവദാസി, നിന്റെ കണ്ണുനീരുണ്ടല്ലോ, നിന്റെ നിലവിളിയുണ്ടല്ലോ, നിന്റെ കഠിനമായ കരച്ചിലുണ്ടല്ലോ, ഏൽപ്പിച്ചു കൊടുക്ക്. ഒരു തുള്ളി കണ്ണുനീര് ഈ ഹോളില്, അടൂരെ ഈ ചർച്ച് ഓഫ് ഗോഡിന്റെ ഹോളില്, നീ പൊഴിച്ചിട്ട് ഇറങ്ങി പോയാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, അവന്റെ കൊമ്പ് മതിലിന്മേൽ പടരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ജുഡമന രഗടക ദിരക്കര വരവ ദീവൽ സംദാരീശമ രൗഢേ രഗട
ഓ കൊമ്പുകൾ പടരട്ടെ, കൊമ്പ് മുറിച്ചു മാറ്റുവാൻ, ഓ കൊമ്പ് ഒടിക്കുവാൻ, ഓ തലമുറയുടെ ഉയർച്ച. ചില ദേശശക്തികള്, ചില പാരമ്പര്യ ശക്തികള്, ചില പൗരോഹിക ശക്തികള്, ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ തലമുറയുടെ കൊമ്പിനെ ഒടിക്കുവാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കണമേ, ദുഷ്ടൻ കൊമ്പിനെ ഓടിക്കാൻ നോക്കും. നമുക്കറിയാം, ഹല്ലേലൂയ, പലപ്പോഴും ശത്രു ഭാവിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഒന്നും ഭവിക്കത്തില്ല കേട്ടോ. ഒടിക്കാൻ വരുന്ന കൊമ്പിനെ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ആ മതിലിന്മേലങ്ങ് പടർത്തും, മതിലിന്മേലങ്ങ് പടർത്തും. ദൈവദാസി വിശ്വസിക്കുക, വിശ്വസിക്കുക. നിന്റെ തലമുറകള്, നിന്റെ സഹോദര തലമുറകള്, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, സഹോദര തലമുറകളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ പ്രാർത്ഥിക്കുക. സഹോദര തലമുറകള് ഹല്ലേലൂയ മതിലിന്മേൽ അവർ പടരട്ടെ. ഏത് തടസ്സം വന്നാലും, ഏത് തടസ്സം വന്നാലും അവർ മതിലിന്മേൽ പടരട്ടെ. ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മതിൽമേൽ പടർന്നാൽ ഒരു ഗുണമുണ്ട് കേട്ടോ. ഒന്നോർത്ത് നോക്കിക്കേ, മതിലിന്മേൽ പടർന്നു കിടക്കുക. ഇങ്ങേപ്പുറത്തും ഫലം കായ്ക്കും, അങ്ങേ വശത്തും ഫലം കായ്ക്കും. അകത്തുള്ളവർക്കും ആ ഫലം ഗുണമാ, പുറത്തുള്ളവർക്കും ആ ഫലം ഗുണമാ. നമ്മുടെ ചില കുഞ്ഞുങ്ങളുണ്ട്, പുറത്തുള്ളവർക്ക് അവരെത്ര നല്ലതാണെന്നറിയാമോ? പള്ളി വരുമ്പോഴും എല്ലാവരും പറയും, അയ്യോ മോൾ എത്ര നല്ല അടക്കോതുകൊള്ള, എന്നാ നല്ല കുഞ്ഞാ. ഹല്ലേലൂയ. ആ മക്കളെ കുറിച്ച് പറയും, എത്ര ഭക്തിയോടെ മകൻ ഇരിക്കുന്നത്. പുറത്തുള്ളവർക്ക് അവൻ നല്ലതായിരിക്കും, പക്ഷെ അകത്തുള്ള നിനക്കറിയാൻ മേലേ മാതാവേ, അവൻ്റെ ആത്മീയം നിനക്കളക്കാൻ മേലേ. ഞാൻ പറയും, ഒരു കുടുംബത്തിൻ്റെ ആത്മീയം അളക്കാൻ കഴിയുന്നത് ഒരു മാതാവിനാ, ഒരു മാതാവിനാ. കുഞ്ഞെ, എത്ര പ്രാവശ്യം കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോയിട്ടുണ്ട്. ശുശ്രൂഷ വേറൊരു രീതിയിൽ പോവാ, പക്ഷെ ഇത് ഫാമിലിയെ കുറിച്ചൊന്നും അല്ല. ഞാൻ തിരിച്ചു വരുവാ. ഹല്ലേലൂയ. ചില വാക്കുകളും ഹല്ലേലൂയ ചില മുഖഭാവങ്ങളും പോരെ ഒരു ദിവസത്തെ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിപ്പോകുവാൻ. പരിശുദ്ധാത്മാവ് വ്യക്തമായി താക്കീത് തരുക. കുടുംബ പ്രാർത്ഥന ഹല്ലേലൂയ. സഹോദരിമാരെ, നാം മൂലം മുടങ്ങിപ്പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയം നമുക്കറിയാം, നമുക്കറിയാം, നമുക്കറിയാം. പ്രൈസ് ഗോഡ്. എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്, 6 കൊച്ചുമക്കളുണ്ട്. എനിക്കറിയാം തലമുറയുടെ ആത്മീയം നമുക്കറിയാം. ഒരേത് സ്ഥലത്താണെങ്കിലും അവരൊന്ന് ഫോൺ വിളിക്കുമ്പോൾ അവരുടെ ആ ടോണിൽ നിന്ന് എനിക്കറിയാം അവരുടെ അപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന്. ശരിയല്ലേ? നിങ്ങളും അമ്മമാരല്ലേ? ഞാൻ പറയട്ടെ, എന്നാൽ ചില മക്കളുണ്ട് ഹല്ലേലൂയ, നാം അകത്ത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവരൊരു തലവേദനയും തരത്തില്ലായിരിക്കും. അകത്തവർ നല്ലവരാ, എന്നാൽ പുറത്തിറങ്ങിയാലേ അറിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസമല്ലേ ജെയ്സോ 2 കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്ത്. അതിന് മുമ്പ് 2 ആഴ്ച മുമ്പല്ലായിരുന്നോ ഷൈനി 2 കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്തത്. ഹല്ലേലൂയ. ഒരു 8-9 വർഷം മുമ്പ് ഞാൻ മനോരമ വായന നിർത്തിയതാ. എനിക്ക് ഇച്ചിരി ജനറൽ നോളജ് കുറവ് മതി. ചിലപ്പം ഏതെങ്കിലും ഒരു വിഷയം ഹല്ലേലൂയ ഞാൻ ഭാവിച്ചതിനോട് ചോദിക്കും, അതെന്തോ ഭാവിച്ചായ പത്രം വായിക്കാത്തവരത് അറിയണ്ടെന്ന് പറയും. പ്രൈസ് ഗോഡ്. പത്രവുമായിട്ടുള്ള ആകെ ബന്ധം ഡ്രോയിങ് റൂമിൽ നിന്ന് പുറത്തൊരു ഹല്ലേലൂയ വരാന്തയിലെ ഷെൽഫെ കൊണ്ട് അത് അടുക്കി വെക്കും. അതേ ഉള്ളൂ എൻ്റെ ബന്ധം. കാരണം വായിച്ചാൽ 5-8 വർഷം മുമ്പ് തുടങ്ങിയതാ കേട്ടോ. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം കേൾക്കുന്നത് എന്തുവാ? കേൾക്കുമ്പോൾ നമ്മുടെ ചെവി 2 മുഴങ്ങത്തക്കവണ്ണമുള്ളതല്ലേ ഓരോ ദിവസവും കേൾക്കുന്നത്. എന്നാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്ന ഹല്ലേലൂയ റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി കരഞ്ഞു. ഹല്ലേലൂയ. ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. മോശെ അനുഗ്രഹിക്കുമ്പോൾ എന്തുവാ പറയുന്നത്? ഒത്തിരി ഉണ്ട്, എൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ വിടുക. അവസാനം എന്തുവാ പറഞ്ഞത്? അവൻ വിശേഷ ഫലം കായ്ക്കും, അവൻ വിശിഷ്ട ഫലം കായ്ക്കും. അതല്ലേ നമ്മുടെ ആഗ്രഹം? കർത്താവേ, ഞങ്ങളുടെ തലമുറകള് വിശേഷ ഫലം കായ്ക്കുന്നവരായി, വിശിഷ്ട ഫലം കായ്ക്കുന്നവരായി, the best fruits, the finest fruits, ഹല്ലേലൂയ, അത് കായ്ക്കുന്നവരായി ഞങ്ങളുടെ തലമുറയെ തീർക്കണമെന്ന് പറഞ്ഞാൽ ദേവദാസി അവൻ തീർക്കുക തന്നെ ചെയ്യും. വിശ്വസിക്ക്.
രണ്ടാമത്തെ മകൻ ആരായിരുന്നു? ബെന്യാമീൻ. പ്രൈസ് ഗോഡ്. കഠിന വേദനയോടെ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ് ബെനോനി എന്ന് പേരിട്ടൊക്കെ അങ്ങ് പോയി. പ്രൈസ് ഗോഡ്. എന്നാൽ അപ്പൻ അവനെ വലം കൈയുടെ പുത്രനാക്കി. നിന്റെ കുഞ്ഞിനെ കുറിച്ച് ഒരു ദിവസം ഒരു നെടുവീർപ്പ് നീ ഇട്ടാൽ മതി കേട്ടോ. സ്വർഗത്തിലെ ദൈവം എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തം ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കുമെന്ന് പറഞ്ഞ കർത്താവ് നിന്റെ കുഞ്ഞിന്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തില് ഒരു രക്ഷ, ഹല്ലേലൂയ, സാൽവേഷൻ ആകാം, അല്ലാതെ ഹല്ലേലൂയ ഒരു ഡെലിവറൻസ് ആകാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്റെ കുഞ്ഞ് അല്ലെങ്കിൽ ഇന്ന വിഷയം പാസ്സാകണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണം, ഒന്ന് രക്ഷപ്പെടണം, അതുമാകാം, ആത്മീയ രക്ഷയുമാകാം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നീ എന്താണ് കാംക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നിന്നെ അതിനകത്താക്കുന്ന, നിന്റെ തലമുറയെ അതിനകത്താക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവനെ പിതാവ് അനുഗ്രഹിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്ന അവൻ രാവിലെ ഇരപിടിച്ച് കയറും, വൈകുന്നേരമോ അവൻ കവർച്ച പങ്കിടും. മോശെ അനുഗ്രഹിച്ചപ്പം എന്ത് പറഞ്ഞു ബെന്യാമീനെ കുറിച്ച്? ഹല്ലേലൂയ, അവൻ യഹോവയ്ക്ക് പ്രിയൻ. ഓ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ യഹോവയ്ക്ക് പ്രിയൻ എന്ന് കേട്ടാൽ നമുക്ക് എന്ത് സന്തോഷമാ അല്ലേ? നമ്മുടെ പാസ്റ്റർമാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രിയരാന്ന് കേട്ടാൽ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ രാജാവും കർത്താതി കർത്താവുമായ യേശു കർത്താവിന് നമ്മുടെ ഓമന മക്കൾ, ഹല്ലേലൂയ, നാം അവർക്ക് വേണ്ടി അല്ലയോ ഹല്ലേലൂയ കഷ്ടപ്പെടുന്നതും ജോലി ചെയ്യുന്നതും ഉറക്കളയ്ക്കുന്നതും ഒക്കെ. അവർ യഹോവയ്ക്ക് പ്രിയരായി തീർന്നില്ലെങ്കിൽ പിന്നെ എന്തുവാ ദൈവ പൈതലേ? പ്രൈസ് ഗോഡ്. അവന്റെ സന്നിധിയിൽ അവർ നിർഭയം വസിക്കും, തൽസന്നിധിയിൽ അവർ നിർഭയം വസിക്കും. അപ്പോൾ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്ന റാഹേലിനെ ദൈവം ആശ്വസിപ്പിച്ചെങ്കിൽ ഈ ആസാഫ് പറഞ്ഞു, ഹല്ലേലൂയ, കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ ഉള്ള ആശ്വാസം കൈക്കൊള്ളുവാൻ നിരസിച്ചു, അവനെ ദൈവം ആശ്വസിപ്പിച്ചു. ഹല്ലേലൂയ. ആര് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആശ്വാസം കാണാതെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് പറയാനുള്ളത്, ഹല്ലേലൂയ, നീ ഒരു തീരുമാനമെടുക്ക്. രാത്രിയിൽ എൻ്റെ ദൈവസന്നിധി ഞാൻ എൻ്റെ കൈകളെ മലർത്തുമ്പോൾ ഉടനാരക ശാന്തര, കൈമലർത്തുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ആരാധിക്കുമ്പോൾ കൈമലർത്തുമ്പോൾ ഞാനിതാ ദൈവമേ എന്ന് പറഞ്ഞ് നീ ആരാധിക്കുക, നീ അവനെ സ്തുതിക്കുക. ആ കൈകളിൽ അവൻ മറുപടി വെച്ച് തരാതെ മടങ്ങിപ്പോകുമോ? പ്രൈസ് ഗോഡ്. എങ്ങനെ അറിയാം ആശ്വസിപ്പിച്ചു എന്ന്? 77 അവസാനത്തെ വാക്യം, സങ്കീർത്തനം 77 അവസാനം ഇങ്ങനെ പറയുന്നു, മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരാട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ആട്ടിൻകൂട്ടത്തിന് പേടിക്കേണ്ടതുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ആട്ടിൻകൂട്ടത്തിന് ഒരു ഇടയനുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുപോലെ കോരഹപുത്രന്മാർ പറയുന്നു, സങ്കീർത്തനം 42:8, യഹോവ പകൽ നേരത്ത് ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. അപ്പൊ ആസാഫിനെ എടുത്താലും ദാവീദിനെ എടുത്താലും കോരഹപുത്രന്മാരെ എടുത്താലും പെന്തിക്കോസ്തുകാരായ നമ്മെ എടുത്താലും രാത്രിയുടെ യാമത്തിൽ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കാണണം. 119 സങ്കീർത്തനത്തിൽ അത് 2 വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് 119:147. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. ഇവിടെ രാത്രിയിൽ അല്ലെങ്കിൽ ഉദയത്തിന് മുമ്പേ നടക്കുന്ന സംഗതി എന്തുവാ? പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ എന്തുവാ ചെയ്യുന്നത്? സ്തോത്രം ചെയ്യുക. രാത്രിയിൽ തന്നെ ഉദയത്തിന് മുമ്പേ ചെയ്യുന്ന വേറൊരു കാര്യം എന്തുവാ? പ്രാർത്ഥിക്കുക. രണ്ടും രണ്ടാ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും രണ്ടാ. ഇതെല്ലാം ഞങ്ങൾക്കറിയാം. ഇത് പറയാനാണോ ആലുവായി ഇത്രയും ദൂരം വന്നത്? ചോദിക്കല്ലേ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദേവദാസിമാരെ അഖിലലോക ബാലിസ്റ്റിക് മിസൈല. നീ ഇവിടെ ഇരുന്ന്
അദൃശ്യ മണ്ഡലത്തിലുള്ള ഒരു വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ഉണ്ടല്ലോ, അദൃശ്യനായ ദൈവം ഹല്ലേലൂയ ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിന്റെ അദൃശ്യ മണ്ഡലത്തിൽ ഇറങ്ങി ആ വിഷയത്തിന് വിടുതൽ കൽപ്പിക്കും. നമ്മളൊരു കർത്തദാസിയെ ഓർത്ത് പ്രാർത്ഥിച്ചല്ലോ. എനിക്കുറപ്പാ നമ്മൾ പ്രാർത്ഥിച്ച സമയം ദൈവം ഹൃദയത്തില് ആശ്വാസം നിരസിച്ചിരിക്കുവാണെങ്കിലും നമുക്കറിയാം, നമ്മൾ ഭാര്യമാരല്ലേ, ഹല്ലേലൂയ, ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാത്തൊരവസ്ഥയാത്. ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ ആശ്വാസം നിരസിക്കുന്ന ഒരവസ്ഥയാത്. ഞാൻ അന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കൺവെൻഷന്റെ സമയത്ത് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ഹല്ലേലൂയ, സന്തോഷകരമായ ഒരു കുടുംബ ജീവിതത്തോടെ ഞങ്ങൾ നൈജീരിയയിൽ ജീവിക്കുമായിരുന്നു. ഹല്ലേലൂയ, അദ്ദേഹം ഒരു യാക്കോബക്കാരനായിരുന്നു, ഞാൻ മർത്തോമക്കാരിയുമായിരുന്നു. മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവിടെ വെച്ചാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതുമൊക്കെ. അവിടെ വെച്ച് ഹല്ലേലൂയ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ മിഷണറിമാര് നൈജീരിയയിൽ അവരെ പറയുന്നത്, ക്യാമ്പസ് ക്രൂസൈഡിന് പറയുന്നത് ഗ്രേറ്റ് കമ്മീഷൻ മൂവ്മെൻ്റ് എന്നാണ്. അപ്പം അവർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ വന്നു. അവർക്ക് ബിൽ ബ്രൈറ്റ് 3 മിഷണറിമാർ മദാമോര, അവർ അമേരിക്കയിൽ അവർക്ക് $, കൊടുക്കും, ശമ്പളം കൊടുക്കും. പക്ഷേ നൈജീരിയയിൽ അവർ സുവിശേഷ വേല ചെയ്യുന്നതിന് നൈജീരിയയിലെ കറൻസി നൈറയ, അവർക്ക് നൈറ വേണം. അതിനവരെന്ത് ചെയ്യും, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനായിട്ട് കയറും. അങ്ങനെ അവരുമായിട്ട് ഞാൻ പരിചയപ്പെട്ട ദിവസം ഹല്ലേലൂയ, ഇവിടെ കൊച്ചു പെൺകുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ടല്ലോ, എന്നോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ, എന്നെ പേരൊന്നും അല്ല വിളിക്കുന്നത്, അവർ മിസ്സസ് ജോൺ എന്നാണ് വിളിക്കുന്നത്. മിസ്സസ് ജോൺ, യു സ്റ്റാർട്ട് മെമ്മറൈസിങ് വേഴ്സസ്. എന്നോട് ആദ്യം പറഞ്ഞത്, നീ വചനം കാണാതെ പഠിക്കാൻ തുടങ്ങാൻ. പ്രൈസ് ഗോഡ്. ഒരു പൊട്ടിയെപ്പോലെ ഞാനതനുസരിച്ചു, ഇന്നും അനുസരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ബുദ്ധിയിൽ പഠിച്ചാൽ മതി കുഞ്ഞേ, പക്ഷെ അത് ഇങ്ങോട്ട് ഇറങ്ങും കേട്ടോ. അത് നിന്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകമേൽ പരിശുദ്ധാത്മാവ് എഴുതിക്കോളും. നിന്റെ ജീവിതയാത്രയുടെ മധ്യത്തിൽ ഹല്ലേലൂയ പലപ്പോഴും പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ എന്തോ പറയും, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഓക്കെ, പ്രാർത്ഥിച്ചോളാം, ധൈര്യമായിട്ടിരി. ഇതിൽ കൂടുതലൊന്നും നമ്മൾ പറയാറില്ല. എന്നാൽ ഞാൻ സാധാരണ ഇങ്ങനെ പറയും, നിന്റെ പേഴ്സിൽ ഹല്ലേലൂയ ഒരു 100 രൂപ കിടപ്പുണ്ടെങ്കിലേ ഒരാൾക്കത് എടുത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നീ ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിനകത്തൊരു വചനം ദൈവം തന്നത്, അന്ന് രാവിലെ കാലം തന്നത്, സ്വാർത്ഥരാകല്ലേ, അത് നമുക്ക് വേണ്ടി ആയിരിക്കത്തില്ല, നമുക്ക് വേണ്ടി തന്നെ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ചിലരന്ന് നിന്നോട് സംസാരിക്കുമ്പോൾ നീ വചനം ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഹല്ലേലൂയ, നിനക്ക് കേൾക്കാൻ കഴിയും. അവർ പറയുന്നത്, ആൻറ്റി ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുള്ളതാ. ആൻറ്റി ഇത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പാസ്റ്റർ സഭയിൽ പ്രസംഗിച്ചതാ. ആൻറ്റി ഇത് എനിക്ക് വാഗ്ദത്തമായി കിട്ടിയ വചനമാ. വചനത്തിന്റെ ശക്തി ഒന്ന് മനസ്സിലാക്കണമേ. വചനം തീയാ, വചനം ചുറ്റിയാ, അത് പാറയെ തകർക്കുന്നതാ. വചനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രവൃത്തിയുണ്ട്. നീ ആ വചനം അങ്ങോട്ട് കൊടുക്ക്. പ്രൈസ് ഗോഡ്. ഞാൻ പറയും, വചനത്തെ ബൈബിള് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്, ശുശ്രൂഷ മാറിപ്പോവല്ല, പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ഞാൻ ഓർപ്പിക്കട്ടെ. വിത്തെന്നാ പറയുന്നത്, വിത്ത്, സീഡ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ടൊമാറ്റോയുടെ സീഡ് നിങ്ങൾ എടുത്താൽ ആ ടൊമാറ്റോയുടെ സീഡിന് എന്നാ വെയിറ്റ് കാണും? തക്കാളിയുടെ ഒരു വിത്ത് എന്നാ വെയിറ്റ് കാണും? അതിന് 0.001 മൈക്രോഗ്രാമേ കാണത്തുള്ളൂ, ഗ്രാം പോലും കാണത്തില്ല, അല്ലേ വാസ്രേ? പ്രൈസ് ഗോഡ്. എന്നാൽ ഹല്ലേലൂയ നാം അത് മണ്ണിനടിയിൽ കൊണ്ടിട്ടേച്ച് അതിനെ കഴിഞ്ഞ് എത്രയോ വെയിറ്റുള്ള നനഞ്ഞ മണ്ണിട്ട അത് മൂടുന്നത്, അതവിടെ കിടക്കുമോ? ഇല്ലല്ലോ. അതാ മണ്ണ് പൊട്ടിച്ച് ഹല്ലേലൂയ അതിൻ്റെ മുകളിൽ അതിനെ ഞെക്കി വെച്ചിരിക്കുന്ന, അമക്കി വെച്ചിരിക്കുന്ന ആ ഭാരമേറിയ ഹല്ലേലൂയ അവസ്ഥയെ പൊട്ടിച്ച് അത് പുറത്തു വന്നിട്ട് എത്ര 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 തക്കാളിയാ പിന്നെ അത് കായ്ക്കുന്നത്. മനസ്സിലാക്കണമേ, ഇത് വിത്ത, ഇത് വിത്ത, ഇത് വിത്ത, ഇത് വിത്ത, ഇത് വിത്ത. നിന്നെ മൂടുന്ന വിഷയമുണ്ടല്ലോ, നിന്നെ അമക്കുന്ന വിഷയമുണ്ടല്ലോ, നിന്നെ ഞെരുക്കുന്ന വിഷയമുണ്ടല്ലോ, അല്ലയോ നിന്നെ ഉയരാതെ വണ്ണം താഴ്ത്തിക്കെട്ടുന്ന വിഷയമുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം അതിന്റെ മുകളിൽ കിടക്കുന്ന വിഷയത്തിന്മേൽ നിന്റെ ഒരു തുള്ളി കണ്ണുനീര് വീഴട്ടെ. തരവര മനരകട നികല ഗുണകരമ ശബ്ദരേ
ചില വിഷയങ്ങള് വെട്ടിമാറട്ടെ, പൊട്ടിമാറട്ടെ. സ്വർഗത്തിന്റെ ഉദ്ദേശം അതിന്റെ നിറവേറട്ടെ. Praise God, praise God, praise God. ഹല്ലേലൂയ. അങ്ങനെ ദേവദാസിമാരെ, ഹല്ലേലൂയ, അവരുടെ ഇൻഫ്ലുവൻസ് നിമിത്തം, പ്രൈസ് ഗോഡ്, നൈജീരിയയിലെ കലക്കവെള്ളത്തില്, നൈജീരിയയിലെ പ്ലാറ്റോ സ്റ്റേറ്റില്, ഹല്ലേലൂയ, അക്വാങ്ക എന്ന് പറയുന്ന സ്ഥലത്തെ കലക്കവെള്ളത്തില് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും ഹല്ലേലൂയ സ്നാനപ്പെടുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങൾ പെൺകുഞ്ഞുങ്ങൾ 2 പേരായിരുന്നു. അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആലുവായിൽ വന്നു. എനിക്ക് തോന്നുന്നു വാവച്ചി മോളായിരിക്കും സൂസൻ എന്ന് പറഞ്ഞ് ആദ്യം വന്ന് പ്രാർത്ഥിച്ച ആള്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലൊരു പെന്തിക്കോസ്തുകാരെ അറിയത്തില്ല, എൻ്റെ വീട്ടിൽ ഒരു പെന്തിക്കോസ്തുകാരെ അറിയത്തുമില്ല. ഞങ്ങൾ സ്നാനപ്പെട്ടെന്നറിഞ്ഞ് ഞങ്ങളോട് പിണക്കവുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഈ വാവച്ചി മോളുടെ ഇവിടുത്തെ ജോജി എം ജോർജ് പാസ്റ്ററുടെ വൈഫാ ഈ വാവച്ചി മോള്. ഹല്ലേലൂയ. റോസമ്മ എന്ന അമ്മയുടെ പേര്. അവർ ആ UC കോളേജ് ജംഗ്ഷനിൽ തന്നെ അവർക്ക് ഒരു IPC ചേർച്ച് ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങളിവിടെ വന്നെങ്കിലും പെന്തിക്കോസ് എന്നുള്ളൊരു ലേബലൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 2025 ഞാനിവിടെ അടൂര് നിൽക്കണമെന്ന്. ഹല്ലേലൂയ. എൻ്റെ ഭർത്താവ് സ്തോത്രം ഫേസിറ്റി ചേർച്ചിൽ പാസ്റ്റർ ആകണമെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചില്ലേ, അവൻ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. വൻകാര്യങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, ശ്രേഷ്ഠമായത് ചെയ്യുന്ന ഒരു ദൈവം, അത്ഭുത പ്രവൃത്തിയും ആശ്ചര്യപ്രവൃത്തിയും ചെയ്യുന്നൊരു ദൈവം. ദൈവമക്കളെ, ദേവദാസിമാരെ, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ തലമുറയെക്കുറിച്ചുമുള്ള പദ്ധതികൾ വലുതാ. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, അതിനുശേഷം ഹല്ലേലൂയ ഞങ്ങൾ 5 പേര് കൂടി ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, PR ബൈപ്പാസിനെ ഒക്കെ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ആ സഭയാണ് ഇന്ന് ആയിരങ്ങളുള്ള സഭയായി മാറിയത്. ഞാൻ പറയാൻ വന്നത്, എല്ലാ വിധത്തിലും എല്ലാ കാര്യവും സ്മൂത്തായിട്ട് പോയ സമയത്ത് 2 പെൺകുഞ്ഞുങ്ങളുമായി കടന്നു വന്ന് എനിക്ക് ഹല്ലേലൂയ ദൈവൻ 2 ആൺപേദങ്ങളെയും കൂടെ തന്നു. മെഡിക്കൽ സയൻസ് ഒരിക്കലും പ്രസവിക്കരുതെന്ന് പറഞ്ഞ് എൻ്റെ 3ാമത്തെ അബോർഷനിൽ അവിടുന്ന് സർട്ടിഫിക്കറ്റ് തന്നതാ. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് വരട്ടെ. 1995 എൻ്റെ ഹസ്ബൻഡ് ഹല്ലേലൂയ ഈ ലോകം വിട്ടു പോകേണ്ടതായിരുന്നു. ബ്രെയിനിൽ പിറ്റ്യൂട്ടറിയോടുള്ള ബന്ധത്തിൽ ഒരു ട്യൂമർ വന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ഒരു ഓപ്പറേഷൻ പോലും കൂടാതെ ഹല്ലേലൂയ May 1995 ഇപ്പം 30 വർഷമാകുന്നു. ഹല്ലേലൂയ. ഒരു ഓപ്പറേഷനും കൂടാതെ അദ്ദേഹം ജീവനോടെ ദൈവം ശേഷിപ്പിച്ചിരിക്കുക. അപ്പം എനിക്കറിയാം, ഹല്ലേലൂയ, ഞാൻ ആ സഹോദരിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ആശ്വാസം നിരസിക്കുന്ന ഒരു സമയമാ. ഹല്ലേലൂയ. ദൈവം നമുക്ക് തുണയായി തന്നിരിക്കുന്ന, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ കൂട്ടാളി ഹല്ലേലൂയ നമ്മളെ വിട്ടു പോവാന്ന് പറഞ്ഞാൽ അത് വലിയ ദുഃഖത്തിന്റെ അവസ്ഥയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, എത്ര ആശ്വാസം നിരസിച്ചാലും ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നാലും ദൈവജനമേ നാം പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ, ദൈവം അവരെ ബലപ്പെടുത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ 1ാമത്തേത് സ്തോത്രം ചെയ്യുക, 2ാമത്തേത് പ്രാർത്ഥിക്കുക. 3ാമത്തെ വാക്യം 164, നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുക, പ്രാർത്ഥിക്കുക, സ്തുതിക്കുക, ഇത് 3 കാര്യമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ പ്രാർത്ഥന ഞാൻ പറഞ്ഞു, നമ്മൾ അദൃശ്യ മണ്ഡലത്തിൽ ഹല്ലേലൂയ നമുക്ക് ആക്സസ് ഇല്ലാത്ത സ്ഥലത്തുള്ള വിഷയത്തിന് വേണ്ടി പോലും നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മറുപടി നടക്കും. വിഷയങ്ങൾ നിന്നെ എത്ര കുനിച്ചാലും, ഹല്ലേലൂയ, വിഷയങ്ങൾ കുഞ്ഞെ നിന്നെ തല ഉയർത്താതെ വണ്ണം നിന്നെ കുനിച്ചിരുത്തിയാലും, കുഞ്ഞെ നീ മനസ്സിലാക്കണം, എത്രയും വളയുന്ന ഒരു വില്ലിൽ നിന്ന് പോകുന്ന അമ്പ ഏറ്റവും ദൂരെ പോകുന്നത്. പ്രൈസ് ഗോഡ്.
ഞാൻ തല കുനിഞ്ഞ് വില വിഷയത്തിന്മേൽ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ കരഞ്ഞപ്പോൾ കർത്താവ് ഒരിക്കലും എന്നോട് പറഞ്ഞതാ, നീ എത്ര കുമ്പിട്ട് കിടന്ന് കരഞ്ഞാലും, നീ എത്ര കുനിഞ്ഞ് കരഞ്ഞാലും ഓർക്കണമേ, നിന്റെ പ്രാർത്ഥന ഒരു അമ്പ് പോലെ പോകണമെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ അമ്പും വില്ലും, വളയാത്ത ഒരു വില്ലിൽ നിന്ന് അമ്പ് പോത്തില്ല ദൂരെ. ഹല്ലേലൂയ. കുഞ്ഞേ, കുനിഞ്ഞു കിടക്കുവാനല്ല കേട്ടോ, നീ കുനിഞ്ഞു കിടന്ന് കരയുമ്പോൾ നിന്റെ ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയം സ്വർഗം കൈകാര്യം ചെയ്ത് നിനക്കതിന്മേൽ മറുപടി തരും. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പോട്ടെ. മൂന്നാമത്തേതാണ് സ്തുതിക്കുക. അപ്പോൾ സ്തോത്രം ചെയ്യുക, പ്രാർത്ഥിക്കുക, സ്തുതിക്കുക. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുക 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷമാ എൻ്റെ ഹല്ലേലൂയ 2 ബ്രദേഴ്സും എൻ്റെ മാതാവും ഒക്കെ വിശ്വാസത്തിൽ വന്ന, പിതാവും ഒക്കെ വിശ്വാസത്തിൽ വന്ന. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ, നാളുകൾക്ക് മുമ്പായി ഇന്ന് എൻ്റെ മാതാവ് നിത്യതയിൽ വിശ്രമിക്കുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ പാൻട്രിയിൽ ഒരു സ്റ്റൂൾ കിടക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ അവിടെ സ്റ്റൂൾ ഇടാറില്ല. ഞാനപ്പം ഫ്രണ്ടിൽ കൂടെ കയറി വരാതെ പുറകിൽ നിന്നാണ് കയറി വന്ന്. അപ്പം ഞാൻ അമ്മോട് ചോദിച്ചു, എന്തിനാ അമ്മ ഇവിടെ ഒരു സ്റ്റൂൾ ഇട്ടിരിക്കുന്നത്? ഉടനെ എന്നോട് പറയുക, മോളെ 7 പ്രാവശ്യം മുട്ടുകുത്താൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. എനിക്ക് അങ്ങ് ബെഡ്റൂം വരെ ഒന്നും പോയി പ്രാർത്ഥിക്കാൻ മേല, അതുകൊണ്ടാണ് ഞാനിതിവിടെ ഇട്ടിരിക്കുന്നതെന്ന്. ദേവദാസന്മാരെ, ഞാൻ പറയട്ടെ, നമ്മുടെ അമ്മയാണെങ്കിലും പ്രൈസ് ഗോഡ്, നമ്മൾ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നൊരു വ്യക്തി ഉണ്ടല്ലോ, നമ്മളെ കഴിഞ്ഞും ശ്രേഷ്ഠരായി. അത് അമ്മയായിക്കോട്ടെ, അയൽവാസി ആയിക്കോട്ടെ, നിന്റെ ഒരു കൂട്ടുകാരി ആയിക്കോട്ടെ, ആരാണെങ്കിലും ഹല്ലേലൂയ, നീ കേട്ടതും നീ പഠിച്ചതും ഹല്ലേലൂയ നീ പറഞ്ഞിരിക്കുന്ന സുവിശേഷമുണ്ടല്ലോ, അതൊന്നും വ്യർത്ഥമായി തീരത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ മുമ്പേ ചോദിക്കാൻ വന്നൊരു കാര്യമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ സാധാരണ എല്ലായിടത്തും ചോദിക്കുന്ന, ഇന്ന് രാവിലെ എത്ര അധ്യായം വായിച്ചു? ആരും ഉത്തരം പറയണ്ട. വായിച്ച അധ്യായത്തിലെ ഒരു വാക്യമെങ്കിലും തിരിച്ചു പറയാനുണ്ടോ? ഈ അമ്മച്ചിമാർ പറയും, ഒരു വാക്യമെങ്കിലും ഒന്ന് പറയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനത്തിന് ഈ നാളിൽ പ്രാധാന്യം കൊടുക്കണം കേട്ടോ. ഹല്ലേലൂയ. മതിന്മേൽ പടരും, ദൈവം അനുഗ്രഹിക്കും, ദൈവം ഉയർത്തും, പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പ്രൈസ് ഗോഡ്. എല്ലാം നല്ലത് തന്നെ. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് നാം ചെയ്യണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അവനോട് 7 പ്രാവശ്യം ദൈവത്തിന് സ്തുതിക്കാനാണെന്ന്. അപ്പോൾ ഒരു ഒറ്റ വ്യത്യാസം മാത്രം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം. സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോർ വാട്ട് ഹി ഹാസ് ഡൺ ഫോർ us, അവൻ നമുക്ക് ചെയ്ത് തന്നതിന്. നിങ്ങൾക്കറിയാം, കർത്താവെ രാവിലെ ഇന്ന് എഴുന്നേക്കാൻ സമ്മതിച്ചല്ലോ, കർത്താവെ ആലുവായി ഇവിടം വരെ എന്നെ കൊണ്ടുവന്നല്ലോ, കർത്താവെ ഹല്ലേലൂയ നല്ലൊരു കൂട്ടായ്മ കൂടാൻ സഹായിച്ചല്ലോ. എല്ലാം ദൈവം നമുക്ക് ഇങ്ങോട്ട് ചെയ്തു തന്നതിനെല്ലാം നാം സ്തോത്രം പറയണം. എന്നാൽ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഫോർ ഹൂ ഹി ഈസ്, നമ്മുടെ ദൈവം ആരാന്ന് മനസ്സിലാക്കി. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ പാടിക്കൊണ്ടിരുന്ന പാട്ട്, അവൻ വല്ലഭനാ, അവൻ വലിയവനാ, അവൻ നിന്റെ പരിചയ. പിന്നെ നമ്മൾ പാടിയല്ലോ, 7 നക്ഷത്രം ഹല്ലേലൂയ വലം കയ്യിൽ പിടിച്ച് രാജമൊഴി ചൂടി, ദാവീദ് ഗോത്രത്തിന്റെ സിംഹം. ഹല്ലേലൂയ. എനിക്ക് പലപ്പോഴും ഹല്ലേലൂയ ഞാൻ പിന്നീടാ മനസ്സിലാക്കിയത്. ഞാൻ ചിലപ്പം ഹല്ലേലൂയ ചർച്ചിൽ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കും, ഇന്ന് ഏതൊക്കെ പാട്ടാണ് നമ്മൾ പാടിയത്? അയ്യോ സിസി ആൻറ്റി നല്ല പാട്ടായിരുന്നു രണ്ടാമത്തെ പാട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഞാൻ കൂടെ ആരാധിച്ചു. നമ്മൾ എന്തുവാ പാടിയത്? പ്രൈസ് ഗോഡ്. എന്തുവാ പാടിയത്? പ്രൈസ് ഗോഡ്. ഞാനിവിടെ കേട്ടതൊക്കെ ഹല്ലേലൂയ കനാന്യസ്ത്രീയുടെ കാര്യവും ഒക്കെ ഞാനിങ്ങനെ ഹല്ലേലൂയ ഒപ്പിയെടുത്തിട്ടുണ്ട്. മറിയയുടെ കാര്യം പറഞ്ഞില്ലേ, നല്ല അംശം തിരഞ്ഞെടുത്തെന്ന്. മറിയ എന്ത് ചെയ്തു? യേശു കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ പോയി ഇരുന്നു. ഷീ സാറ്റ് അറ്റ് ഹിസ് ഫീറ്റ്. അവൻ്റെ പാദപീഠത്തിങ്കിൽ പോയി ഇരുന്നു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആരാലും പരിഹരിക്കപ്പെടാൻ പറ്റാത്തൊരു വിഷയമായിരുന്നു അവളുടെ പ്രിയ സഹോദരൻ മരിച്ചുപോയത്. ആ സമയത്ത് അവൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവൻ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, 32-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഷീ ഫെൽ അറ്റ് ഹിസ് ഫീറ്റ്. എന്ത് ചെയ്തു? ഏത് പാദപീഠങ്ങളിലിരുന്ന് കുഞ്ഞെ നീ പഠിച്ചോ? ഏത് പാദപീഠങ്ങളിലിരുന്ന് നീ സ്തോത്രം ചെയ്തോ? ഏത് പാദപീഠങ്ങളിലിരുന്ന് നീ സ്തുതിച്ചോ? ആ പാദപീഠത്തിൽ നിനക്കൊന്ന് പോയി വീണാലുണ്ടല്ലോ, പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിന്മേൽ നിനക്ക് വിടുതൽ ദൈവം തരും. ഹല്ലേലൂയ. നമ്മളെപ്പോലെ സാറ്റ് അറ്റ് ഹിസ് ഫീറ്റ്, കാവാതക്കലിൽ നിന്ന് പഠിച്ചു, എഴുതി, വായിച്ചു, പ്രസംഗവും കുറിപ്പും ഒക്കെ തയ്യാറാക്കി, ശരി. ഹല്ലേലൂയ. കരഞ്ഞ് പാദപീഠത്തിങ്കൽ കിടന്ന് മറുപടിയും പ്രാപിക്കും. എന്നാൽ ഈ മറിയ അങ്ങനല്ലായിരുന്നു.
മൂന്നാമതൊരു കാര്യം കൂടെ ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഹല്ലേലൂയ, ആ സ്വച്ഛയുടെ മാംസതൈലം അവൻ്റെ കാൽക്കൽ ഒഴിച്ചു. ഏത് കാൽക്കൽ ഇരുന്ന് പഠിച്ചോ, ഏത് കാൽക്കൽ അവൾക്ക് മറുപടി ലഭിച്ചോ, ഹല്ലേലൂയ, ഏറ്റവും നല്ലത് അവൾ ആ കാൽക്കൽ അർപ്പിച്ചു. She sat at his feet. Hallelujah, she fell at his feet. She gave her best at his feet. Hallelujah. ഞാനപ്പോൾ ഇവിടുന്ന് കേട്ടതെല്ലാം കൂടി ഇങ്ങനെ ഹല്ലേലൂയ സംഭരിച്ചങ്ങ് കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പഠിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ മുന്നോട്ട് പോട്ടെ. ദൈവത്തെ സ്തുതിക്കുക. സങ്കീർത്തനം 8-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. മനസ്സിലാക്കണമേ, ബലം എന്ന് പറയുന്നത് നമ്മുടെ സ്തുതിയാണ്. സ്തുതിക്കുമ്പോൾ നമുക്ക് ബലം വരും. പ്രൈസ് ഗോഡ്. സ്തുതിക്കുമ്പോൾ കർത്താവ് നമുക്ക് ബലം കൽപ്പിക്കും. ക്ഷീണിച്ചിരിക്കുക, ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, വേദപുസ്തകം വായിക്കാൻ തോന്നുന്നില്ല, ദൈവസന്നിധിയിലിരുന്ന് can you just praise God? Can you just exalt his name? Can you lift up your name, his name? ഹല്ലേലൂയ. എന്ത് പറ്റുമെന്നറിയാമോ? നമുക്ക് തന്നെ അറിയാം. നമ്മുടെ മൊബൈൽ കുത്തിയിട്ടാൽ എങ്ങനെ ചാർജ് ചെയ്യുമോ അതുപോലെ ദൈവം നമ്മെ ചാർജ് ചെയ്യും. അതുകൊണ്ടാണ് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം വരുമ്പോൾ പ്രൈസ് ഗോഡ്, ഹോശാന പാടുന്ന ബാലന്മാരെ എല്ലാം കണ്ട് പ്രൈസ് ഗോഡ് യേശു ചെയ്യുന്ന അത്ഭുതം കണ്ടിട്ട് ഹല്ലേലൂയ പ്രഭുക്കന്മാർക്കും ന്യായശാസ്ത്രന്മാർക്കും എല്ലാവർക്കും അവരോടങ്ങ് ദേഷ്യം, ഈ കുഞ്ഞുങ്ങളോട് ദേഷ്യം. ചിലപ്പോൾ അങ്ങനെയല്ലേ, ദേഷ്യം വന്ന് ആരോട് തീർക്കും? കുഞ്ഞുങ്ങളോട് തീർക്കും. ഹല്ലേലൂയ. വായിച്ചാൽ മതി അവിടെ. ഹല്ലേലൂയ. അപ്പം യേശു കർത്താവ് എന്തോ അവരോട് പറഞ്ഞത്? ശിശുക്കളുടെ വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു എന്നുള്ള വാക്യം എൻ്റെ യേശു കർത്താവ് എടുത്തു പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ അവരുടെ വായിൽ പുകഴ്ച ഒരുക്കിയിരിക്കുന്നുവല്ലോ, ഞാൻ അവരുടെ വായിൽ ബലം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ബലം എന്താ കുഞ്ഞേ? സ്തുതിയാ കുഞ്ഞേ. ഹല്ലേലൂയ. പ്രിയ ദൈവദാസി, ആളത്തൊട്ട് ഹല്ലേലൂയ, ഈ ഞായറാഴ്ച തൊട്ട് ആരാധനയിൽ ഒരു വ്യത്യാസം വരട്ടെ. നിനക്ക് ബലമേറ്റെടുക്കണോ? ഹല്ലേലൂയ. കർത്തദാസൻ ആരാധിക്കുമ്പോൾ, ഈ കൊയർ ആരാധിക്കുമ്പോൾ അവരോട് ചേർന്ന് നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ തുടങ്ങ്. ഉടരവലകക്ഷന്തരേ, പരിശുദ്ധാത്മാവ് വ്യക്തമായി ശക്തമായി ഇടപെടുക. നിന്റെ ക്ഷീണം മാറി. എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയായി സംസാരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. എൻ്റെ കൂടെ വന്നത് എന്നെ പലപ്പോഴും കൊണ്ടുവന്ന് ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരനാ. ഹല്ലേലൂയ. ഹുണ്ടായിൽ വർക്ക് ചെയ്യുന്നതാ. ഇന്നും അവധി എടുത്തോണ്ട് ഹല്ലേലൂയ വീട്ടിൽ വന്ന് ഹല്ലേലൂയ നമ്മുടെ വണ്ടിയും എടുത്ത് എന്നെ കൊണ്ടുവരുന്നൊരു സഹോദരൻ. അവിടെ ഉപവാസപ്രാർത്ഥനയാണ് സഭയിൽ. അതുകൊണ്ട് എന്നോട് ഒറ്റ ഒരാളെ വന്നിട്ടുള്ളൂ, നോബ്. എൻ്റെ ഏറ്റവും ഹല്ലേലൂയ അടുത്ത് താമസിക്കുന്ന ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. ഹല്ലേലൂയ. ഗിന്നസ് ബുക്കിൽ എഴുതാമെന്ന് പറയും നോബ്. കാരണം ഒരു രാത്രി 2:45 വരെ, അന്ന് മൊബൈൽ ഇല്ലാന്ന കാലമാണ് കേട്ടോ, ലാൻഡ് ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞ് അങ്ങനെ ആ യാക്കോബ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വന്ന ദൈവദാസിയാണ്. ഇവർ രണ്ടുമാണ് എൻ്റെ കൂടെ വന്നത്. ഞാൻ കാറിൽ കൂടുതൽ സമയവും മിണ്ടാതിരിക്കുമായിരുന്നു. എങ്ങനെ മിണ്ടുമെന്ന് എനിക്കറിയത്തില്ല. കർത്തദാസൻ എനിക്ക് ഉറപ്പ് തന്നു. പ്രൈസ് ഗോഡ്. ഞാൻ എന്നിട്ട് ഇന്ന് സജിയോട് പറഞ്ഞു, സജി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് ഞാൻ പറയുക, പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ നിർത്തി സംസാരിപ്പിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ത്രോട്ട് ഹല്ലേലൂയ ശബ്ദം വഷളായിരുന്നു. എന്നാൽ നമ്മുടെ ദൈവം എത്ര വലിയവനാ. അവനെ സ്തുതിക്കുവാൻ തുടങ്ങ്, അവനെ ആരാധിക്കുവാൻ തുടങ്ങ്, അവൻ നിനക്ക് ബലം കൽപ്പിക്കും കേട്ടോ. ഹല്ലേലൂയ. 149-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 6-ാമത്തെ വാക്യം. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അർദ്ധരാത്രിയിലേക്ക് കടന്നു വരിക. അപ്പോഴത്തേക്കും എൻ്റെ സമയവുമാകും. പ്ലീസ് ഗോഡ്. ഹല്ലേലൂയ. അതാ നമ്മുടെ ടോപ്പിക്, അർദ്ധരാത്രിയാ കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ 149-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അവരുടെ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ, നമുക്കെന്തോ പറയാം, നമ്മുടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകൾ. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ എന്തുവാ? ഇരുവായ്ത്തലയുള്ള വാള്. നമ്മുടെ കരങ്ങളിൽ എന്ത് കാണണം? ദൈവവചനം കാണണം. ദൈവവചനം കാണണം. നമ്മുടെ വായിൽ എന്ത് കാണണം?
പ്രൈസ് ഗോഡ്, സ്തുതി കാണണം, ദൈവത്തിൻ്റെ സ്തുതി കാണണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? താഴോട്ട് വരുമ്പോൾ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്: അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങളാലും ബന്ധിക്കേണ്ടതിനും അവരുടെ മേൽ എഴുതിയിരുന്ന വിധി നടപ്പാക്കേണ്ടതിനും ഹല്ലേലൂയ അത് അവന്റെ സകല ഭക്തന്മാർക്കും ബഹുമാനമാകുന്നു. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹല്ലേലൂയ. കുഞ്ഞെ, നീ ദൈവവചനം ഉച്ചരിച്ചാലുണ്ടല്ലോ, നീ ദൈവവചനം നിന്റെ വാ കൊണ്ട് പുറത്തേക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ ശക്തി നാളില് 2024 വരെ അനുഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹല്ലേലൂയ ചർച്ച് ഓഫ് ഗോഡ് അടൂർ ഹല്ലേലൂയ സെന്ററിലുള്ള ദൈവദാസിമാരെ, നിങ്ങളുടെ നാവിൽ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ, നിങ്ങളുടെ നാവിൽ ദൈവത്തിന്റെ പുകഴ്ച കൊണ്ട് നിറയട്ടെ. എന്ത് പറ്റുമെന്നറിയാമോ? ചില രാജാക്കന്മാരെ ദൈവത്തിന് ചങ്ങലക്കിടാനുണ്ട്. ഓ റീഖമനരബ, ചില ദേശശക്തികളെ എന്റെ ദൈവത്തിന് ബന്ധിക്കാനുണ്ട്. നമ്മുടെ ദൈവം ഇരുമ്പ് വിലങ്ങുമായിട്ട് നിൽക്കുക. എന്തിനാണെന്നറിയാമോ? നിന്റെ ആത്മീയ ജീവിതത്തെ, നിന്റെ തലമുറയുടെ ആത്മീയത്തെ അല്ലെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില രാജാക്കന്മാരെ ബന്ധിക്കുവാൻ എത്ര പേർ വിശ്വസിക്കുന്നു? ആരാധിച്ച വിഷയത്തിന്മേൽ ജയമെടുത്തേ. ജീവന വരകട ഉദരമന കടകലക ശാന്തരെ ജീവന ദീപർ കമടരകദന സന്തര ജീവന വരകട ഗദര രൗധോരഗംദ. ഓ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. രാജാക്കന്മാരെ ചങ്ങല കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങ് കൊണ്ടും ബന്ധിക്കും. എന്നിട്ട് നമ്മുടെ മേൽ എന്തെങ്കിലുമൊക്കെ വിധികൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ വിധി നമ്മുടെ മേലല്ല വരുന്നത്, അവരുടെ മേൽ വരുത്തും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പാരമ്പര്യ ശക്തിയെന്നും ഈ ദേശശക്തിയെന്നും ഈ അന്ധകാര വ്യാപാരങ്ങളെന്നും? കാരണം ഹല്ലേലൂയ 24 hours പിശാചിനധികം സമയമില്ലെന്ന് മനസ്സിലായി. അവൻ ആക്റ്റീവാ. ഹല്ലേലൂയ. നമ്മൾ ആക്റ്റീവാണോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ വിധി ആരുടെ മേൽ നടത്തും? നമ്മെ വിധിക്കാൻ വരുന്നവരുടെ മേൽ ദൈവം നടത്തും. എന്നിട്ട് പറയുക, അത് അവരുടെ ഭക്തന്മാർക്ക് ബഹുമാനമാണെന്ന്. നമ്മുടെ ദൈവം നമ്മെ ബഹുമാനിക്കുമെന്ന്, നമ്മുടെ ദൈവം നമ്മെ ഉയർത്തുമെന്ന്, നമ്മെ ഭാരപ്പെടുത്തിയിരുന്ന വിഷയങ്ങളിൽ നിന്ന് അവൻ നമ്മെ പോക്കിയെടുത്തുകൊണ്ട് വരും. പ്രൈസ് ഗോഡ്. നമുക്കറിയാം എസ്തറിന്റെയും മൊർദെഖായിയുടെയും കാര്യം. ഹല്ലേലൂയ. മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരുക്കിയിരിക്കുന്നത് ആരുടെ തലമേൽ വീണു? ഹാമാന്റെ തലമേൽ വീണു. ഒറ്റ വാക്യം മാത്രം 8:16 എന്നിട്ട് ഇങ്ങനെ പറയുന്നു: യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. സങ്കീർത്തനക്കാരൻ ഭക്തന് ബഹുമാനമുണ്ടാകുമെന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ് ബൈബിളിൽ തന്നെ എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. യഹൂദന്മാർക്ക് എന്തുണ്ടായി? ബഹുമാനമുണ്ടായി. ഇത്ര വലിയ ദൈവത്തെ സേവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം തന്നില്ലേ? ദേവദാസ്മാരെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അർദ്ധരാത്രിയിൽ ഭക്തൻ സ്തുതിക്കാൻ എഴുന്നേൽക്കും. ബൈബിളിലെ ചില അർദ്ധരാത്രികൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃതദാസന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒന്നാമത്തെ അർദ്ധരാത്രി, പുറപ്പാട് പുസ്തകം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 11-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഈ അർദ്ധരാത്രിയുടെ അനുഭവം എഴുതിയത് ആരാ? ദാവീദാ. എങ്ങനെയാ ദാവീദിന് അർദ്ധരാത്രിയുടെ കാര്യം എഴുതാൻ പറ്റിയത്? തൻ്റെ ജീവിതത്തിൽ താൻ അനേക അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ തന്നെ ഇടയാക്കിയത് എന്തുവാ? തൻ്റെ മേലുള്ള അഭിഷേകം. ഹല്ലേലൂയ. തൻ്റെ മേലുള്ള അഭിഷേകം. ഹല്ലേലൂയ. തൻ്റെ മേൽ പകർന്ന ദൈവീക അനുഭവങ്ങളുടെ സമ്പത്ത് ദാവീദിനെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നു. അല്ലേ ജെസി സിസ്റ്ററെ? അഭിഷേകത്തിൻ്റെ ശക്തി എന്തിന്നെല്ലാം പുറത്തു കൊണ്ടുവന്നു. ഞാൻ ജെസി സിസ്റ്ററിനെ ആദ്യമായി കാണുക. പ്രൊഫൈൽ പിക്കിൽ ഞാൻ പടം കണ്ടു, പാസ്റ്ററുടെ കൂടെ നിൽക്കുന്നത്. അഭിഷേക നിമിത്തം, ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ അനുഭവ സമ്പത്ത് നിമിത്തം ദാവീദ് പുറത്തു വന്നുവെങ്കിൽ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഹല്ലേലൂയ. 1 ശമൂവേൽ 22-ാം അധ്യായത്തില് നമ്മൾ ദാവീദിനെ കാണുന്നത് അദുല്ലാം ഗുഹയിലാ. 3-ാം അധ്യായം വരുമ്പോൾ നമ്മൾ ദാവീദിനെ കാണുന്നത് സീഫ് മരുഭൂമിയിലാ.
24-ാം അധ്യായം 1 ശമൂവേൽ വരുമ്പോൾ നമ്മൾ ദാവീദിനെ കാണുന്നത് ഏൻ ഗദി മരുഭൂമിയിലാ. ഹല്ലേലൂയ. 25-ാം അധ്യായം വരുമ്പോൾ നമ്മൾ ദാവീദിനെ കാണുന്നത് പാറാൻ മരുഭൂമിയിലാ. ഹല്ലേലൂയ. 26-ാം അധ്യായം വരുമ്പോൾ നമ്മൾ ദാവീദിനെ കാണുന്നത് ഹഗീല കുന്നില. എവിടെയായിരുന്നു? അഭിഷേകം ഉണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ. വാഗ്ദത്തം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ദേവദാസിമാരെ, ഇതൊക്കെ പ്രാപിച്ചെടുക്കണമെങ്കിൽ വില കൊടുക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൽ ഇതൊക്കെ പ്രാപിച്ചെടുക്കണമെങ്കിൽ വില കൊടുക്കണം. മനസ്സിലാക്കണമേ, ഇതിൽ കൂടി എല്ലാം കടന്നുപോയി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദാവീദ്, ആമേൻ, സ്തോത്രം, രാജാസനത്തിലെത്തി. നമ്മുടെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നതിന് മുമ്പ് അനേക അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ് വിറ്റ്വെലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എനിക്കെന്ന് അറിയത്തില്ല. അദ്ദേഹം വലിയൊരു ബാങ്കറായിരുന്നു. പക്ഷെ തനിക്കൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു, ചൂതുകളി. ചൂത് കളിച്ച് 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 ഹല്ലേലൂയ താൻ വലിയ കടം വരുത്തി. തനിക്ക് മനസ്സിലായി ഹല്ലേലൂയ ബാങ്ക് ഹല്ലേലൂയ പോലീസുകാരെ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന്. താൻ എന്ത് ചെയ്തെന്നറിയാമോ? താൻ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ച് താൻ ഒരു നിറതോക്കും എടുത്ത് കാറിൽ കയറി ദൂരെ ഒരു സ്ഥലത്ത് പോയിരുന്നു. ആ നിറതോക്ക് താൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഹല്ലേലൂയ ഞാൻ പറയട്ടെ, താൻ അങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ പറയാം, ദൈവം അവനെ അങ്ങ് ഉറക്കി. വിറ്റ് ക്രിസ്വലിനെ. പ്രൈസ് ഗോഡ്. നേരം വെളുക്കാറായപ്പോഴാണ് ഉണർന്നത്. താൻ മരിച്ചില്ല, താൻ കാഞ്ചി വലിച്ചില്ല, താൻ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പോലീസ് വന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, തന്നെ കൊണ്ടുപോയി ജയിലിലിട്ടു. 1991 വരെ 10 വർഷക്കാലം താൻ ജയിലിൽ കിടന്നു. താൻ ആ ജയിലിനെ ഒരു അതുല്യം ഗുഹയാക്കി മാറ്റി. ഹല്ലേലൂയ. താൻ അനേക കാര്യങ്ങൾ അവിടെ പഠിച്ചു. ദേവദാസ്മാരി, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവന് ഹല്ലേലൂയ വെല്ലൂര് പോയതും ഹല്ലേലൂയ ഈ ട്രീറ്റ്മെൻറ്റും ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് നല്ലൊരു കാലഘട്ടം എടുത്തു. ആ സമയത്ത് എന്നെ ദൈവം പഠിപ്പിച്ചത്രയും പിന്നെ പഠിപ്പിച്ചില്ലെന്ന് ഞാൻ പറയും. ഓരോ വാക്യം വായിക്കുമ്പോഴും ഓരോ വാക്യത്തിനകത്തും ഓരോ വാക്കിനകത്തും ഹല്ലേലൂയ ടൺ കണക്കിന് വെയിറ്റാ. ഹല്ലേലൂയ വിലയേറിയ കാര്യങ്ങൾ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് തരുന്നത്. ഹല്ലേലൂയ. അർദ്ധരാത്രിയുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്ന അനുഭവമാണ്. ഞാൻ പറയട്ടെ, അതിനുശേഷം താൻ ഫ്രീ ആയി കഴിഞ്ഞ് പ്രൈസ് ഗോഡ് താൻ പുറത്തു വന്നു കഴിഞ്ഞ് നേരെ ഒരു ചർച്ചിൽ ചെന്നിട്ട്, അമേരിക്കയിലൊക്കെ ചർച്ചിൽ പൈസ കൊടുത്ത് സ്റ്റാഫിനെ നിർത്തും. അവരുടെ ഷൂസ് എല്ലാം ശരിയാക്കി വെക്കാൻ, ഹല്ലേലൂയ ഗസ്റ്റിനെ സ്വീകരിക്കാൻ, അവർക്ക് ചായ കൊടുക്കാൻ, പലതിനും. അങ്ങനെ 10 വർഷക്കാലം താൻ ഒരു ചർച്ചിൽ ജോലി ചെയ്തു. ഞാൻ പറയട്ടെ, ഇന്ന് അമേരിക്ക കെൻറ്റക്കിയിലുള്ള ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററാണ് വിറ്റ് ക്രിസ്വെൽ. അർദ്ധരാത്രി കുഴപ്പമില്ലല്ലേ? ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുവാൻ നീ വിട്ടുകൊടുക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞ വാക്യം വായിച്ചട്ടെ. പുറപ്പാട് പുസ്തകത്തിനകത്തേത്. അർദ്ധരാത്രിയിൽ ദൈവം അവരുടെ നടുവിൽ കൂടി പോയി. വായിച്ച എടുത്തില്ലേ ആരും അത്? ആ അർദ്ധരാത്രി ഞാൻ മിസ്രൈമിൻ്റെ നടുവിൽ കൂടി പോകും. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ, തൻ്റെ ജനത്തെ ആരാധനയ്ക്ക് പുറപ്പെടുവിക്കാതെ, തൻ്റെ ജനത്തെ പീഡിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഫറവോന്യ ശക്തിയിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. എപ്പോഴും എക്സ്ക്യൂസാ. ഹല്ലേലൂയ. ആദ്യം പറഞ്ഞു നിങ്ങൾ അതിദൂരം പോകരുത്. മോശ പറഞ്ഞു നോ, 3 വഴി ദൂരം പോകണം. 3 ദിവസത്തെ വഴി ദൂരം പോയേ ഞങ്ങൾ ആരാധിക്കത്തുള്ളൂ. രണ്ടാമത് എന്ത് പറഞ്ഞു? പ്രൈസ് ഗോഡ്. ഓക്കെ, നിങ്ങൾ പുരുഷന്മാർ പോക്കോ, സ്ത്രീകളെയും കുഞ്ഞുകുട്ടികളെ എവിടെ നിർത്തിയാൽ? മോശ പറഞ്ഞു 10-ാം അധ്യായത്തില മോശ പറഞ്ഞു നോ 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 കോംപ്രമൈസ്. ആരാധനയ്ക്ക് കോംപ്രമൈസ് ഇല്ല. ദൈവം നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ കൂടി പോകണമെങ്കിൽ ഏതെങ്കിലും ഒരുവിധ പീഡ അനുഭവിക്കുന്ന ദൈവജനമേ, ഞാൻ പറയട്ടെ, നമുക്കൊരു ജയം തരുവാൻ തക്കവണ്ണം നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ കൂടി ദൈവശക്തി പോകണമെങ്കിൽ നാം ആരാധനയ്ക്ക് കോംപ്രമൈസ് കൊടുക്കരുത്. അവസാനം പറഞ്ഞു ഓക്കെ, സ്ത്രീകളെ കൊണ്ടുപോക്കോ, കുഞ്ഞുകുട്ടികളെയൊക്കെ കൊണ്ടുപോക്കോ, പക്ഷേ ഹല്ലേലൂയ നിങ്ങളുടെ ആടുകളും കാളകളും ഹല്ലേലൂയ മാടുകളൊക്കെ ഇവിടെ നിൽക്കട്ടെ. മോശ പറഞ്ഞു നോ 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 നോ, ഇതും വേണ്ടേ? എന്തിനാ? ആരാധന കഴിപ്പാൻ.
പ്രൈസ് ഗോഡ്. അവസാനം ഹല്ലേലൂയ എല്ലാത്തിനെയും വിട്ടുകൊടുത്തു. ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തി. നമുക്കറിയാം 10ാമത്തെ ബാധ വന്നു, ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. ഹല്ലേലൂയ ആ ഭാഗങ്ങൾ നിനക്കറിയാവുന്നതുകൊണ്ട് ഹല്ലേലൂയ അതിൽ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ആരാധനയ്ക്ക് കോംപ്രമൈസ് ചെയ്യാതെ, ഹല്ലേലൂയ സത്യാരാധനയ്ക്ക് വേണ്ടി കുഞ്ഞെ നീ കുടുംബമായി പുറപ്പെട്ടാലുണ്ടല്ലോ, അർദ്ധരാത്രി നിന്റെ ജീവിതത്തിൽ വന്നാലും അതിൻ്റെ നടുവിലിറങ്ങി വരുന്ന, ഹല്ലേലൂയ അതിൻ്റെ നടുവിൽ അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന വലിയൊരു ദൈവമുണ്ട്. അടുത്ത അർദ്ധരാത്രി ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 3 വരെ. ഇങ്ങോട്ട് നോക്കിയാട്ടെ, ഞാനങ്ങ് പറയാം. ശത്രു വളയുന്ന രാത്രി, ശിംശോന്റെ കാര്യമാകട്ടോ. ഹല്ലേലൂയ. പട്ടണവാതുക്കൽ രാത്രി മുഴുവൻ കാവൽ നിൽക്കുന്ന ശത്രു, അർദ്ധരാത്രി മുഴുവനും ഉള്ള പ്ലാൻ എന്താണെന്നറിയാമോ? നേരം വെളുക്കുമ്പോൾ അവൻ വരുമ്പോൾ അവനെ കൊല്ലണമെന്ന്. പ്രൈസ് ഗോഡ്. രാത്രി മുഴുവൻ ശത്രു എന്ത് ചെയ്തു? ശത്രു അനങ്ങാതിരുന്നു. പക്ഷെങ്കിൽ 16-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്, അർദ്ധരാത്രിയിൽ ശിംശോൻ ഉണർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ശിംശോന് വിടുതൽ കിട്ടിയെന്ന് മനസ്സിലാക്കരുത് കേട്ടോ. ശിംശോൻ ഉണർന്നു. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? അവൻ ഹല്ലേലൂയ പട്ടണവാതിലിൻ്റെ കതകും കട്ടളക്കാൽ രണ്ടും കൂടെ തൻ്റെ ചുമലിലേന്തിക്കൊണ്ട് ഹോരേബിനെതിരെയുള്ള മലമുകളിലേക്ക് പോയി. ദേവദാസിമാരെ, ഹോരേബ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ. ഞാൻ വിശ്വസിക്കുന്നു ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്ന ഈ ശിംശോൻ ഈ കതകൻ ചുമന്ന് ഈ കട്ടളക്കാലും ചുമന്ന് തൻ്റെ തോളിലെത്തിക്കൊണ്ട് ഹല്ലേലൂയ താൻ കൂട്ടായ്മയിലേക്ക് കടന്നു ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. കൂട്ടായ്മ മുടക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഫെയ്ത്ത് സിറ്റി ചർച്ച് കൂട്ടായ്മയ്ക്ക് ഭയങ്കര പ്രാധാന്യമാണ്. ഹല്ലേലൂയ. അനേക ഹൗസ് ചർച്ചസ് ഉണ്ട്. ഒരു ഞായറാഴ്ച ആരെങ്കിലും വന്നിട്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ അവർ എഴുതി ഭാവിച്ചതിന് കൊടുക്കണം ആരൊക്കെയാ വരാഞ്ഞെന്ന്. ഹൗസ് ചർച്ച് പാസ്റ്റർ റെസ്പോൺസിബിൾ. കാരണവും ഹല്ലേലൂയ ഭാവിച്ചാൻ തന്നെ പേഴ്സണലായിട്ട് അവരെ വിളിച്ച് ചോദിക്കും. കൂട്ടായ്മകൾ, നമ്മുടെ കോട്ടേജ് മീറ്റിങ്ങുകളൊക്കെ ഇല്ലേ? ഞങ്ങൾക്ക് ഹൗസ് ചർച്ചസ് ഒക്കെ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, കൂട്ടായ്മ അലക്ഷ്യമാക്കരുതേ. എന്തു പറ്റി? ഹോരേബിനെതിരെ പോയപ്പോൾ, കൂട്ടായ്മയ്ക്കെതിരെയുള്ള മലമുകളിലേക്ക് പോയപ്പോൾ എന്തു പറ്റി? പ്രൈസ് ഗോഡ്. അവിടെയാണ് സോരക് താഴ്വരയിലെ ദലീലയെ കണ്ടുമുട്ടിയത്. ആത്മാവിനാൽ ഉദ്യമിപ്പിക്കപ്പെട്ടവനാ. കുന്നൊന്ന് കുന്ന് രണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഫെലിസ്ത്യ സൈന്യത്തെ കൊന്നുകൂട്ടിയവനാ. പക്ഷെങ്കിൽ നശിച്ചു പോയി. ഹല്ലേലൂയ. ഭയത്തോടെ ഓർക്കണമേ. ഹല്ലേലൂയ. കൂട്ടായ്മ അലക്ഷ്യമാക്കരുത്, ആരാധന അലക്ഷ്യമാക്കരുത്. പ്രൈസ് ഗോഡ്. കൂട്ടായ്മ അലക്ഷ്യമാക്കരുത്. 3 പ്രൈസ് ഗോഡ്. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. അർദ്ധരാത്രിയിൽ അവൻ എന്ന് പറഞ്ഞാൽ ബോവസ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി, തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. പ്രൈസ് ഗോഡ്. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അമ്മായിമ്മ അവളോട് പറഞ്ഞു, മകളെ നീ കുളിക്ക്, നീ തൈലം പൂശ്, നീ വസ്ത്രം മാറ്, നീ കളത്തിൽ ചെല്ല്, ബോവസിൻ്റെ കാക്കൽ പോയി കിടക്ക്, അവൻ്റെ പുതപ്പ് പൊക്കിയിട്ട് അവിടെ കിടക്ക്. അവളൊരു കാര്യം പറഞ്ഞു, നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാം. എന്നാ നല്ല മരുമോളല്ലേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള മരുമോളോട് വീണ്ടെടുപ്പുകാരനായ ബോവസ് പറയുന്നുണ്ട്, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാമെന്ന്. ഹല്ലേലൂയ. അർദ്ധരാത്രിയിൽ ദൈവപാദവിടെ കിടക്കുവാൻ മനസ്സുള്ള ദൈവപൈതലേ, പരിശുദ്ധാത്മാവ് പറയാ, നിന്റെ കാലാവർക്ക് അവസാനിക്കാൻ പോവാ കേട്ടോ. നിന്റെ ചില നന്മകൾ കെട്ടിവെച്ചിരിക്കുന്നത്, നിന്റെ തലമുറയുടെ ചില നന്മ കെട്ടിവെച്ചിരിക്കുന്നത് ഇത്രയും നാൾ അതിൽ നിന്ന് വലിച്ചിട്ട് തന്നതേ ഉള്ളൂ എങ്കിൽ തലമുറയ്ക്ക് ചില നന്മ വലിച്ചിട്ട് കിട്ടിയതേ ഉള്ളൂ. എന്നാൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഉടമസ്ഥരാക്കാൻ പോവാ. ഒന്ന് കിടക്കാമോ അർദ്ധരാത്രിയിൽ? ഹല്ലേലൂയ. കെട്ടിവെച്ചിരിക്കുക, നന്മ കെട്ടിവെച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് വ്യക്തമായി കാണിക്കുക തലമുറയുടെ ചില അവകാശങ്ങൾ
തലമുറയുടെ ചില നന്മകൾ കെട്ടിവെച്ചിരിക്കുന്നത് ഇന്ന് പകൽക്കാലം കെട്ടുകൾ അഴിയട്ടെ. തലമുറയുടെ ചില നന്മ കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഓ തലമുറയുടെ ചില നന്മകളൊക്കെ കെട്ടിവെച്ചിരിക്കുന്നതേ കർത്താവ് കെട്ടഴിച്ചിരിക്കുക എന്ന് കേട്ടോ. പ്രൈസ് ഗോഡ്. സ്തോത്രം ചെയ്ത് പ്രാപിച്ചോണം. ഹല്ലേലൂയ. അർദ്ധരാത്രിയിൽ അവൻ്റെ കാൽക്കലൊന്ന് കിടക്കാൻ പറ്റുമോ? അടുത്തൊരു അർദ്ധരാത്രി 1 രാജാക്കന്മാർ 3:20. നിങ്ങൾക്കറിയാം, 2 വേശ്യമാര് ഒരു വീട്ടിലാ, വേറെ ആരും ആ വീട്ടിലില്ല. അങ്ങനെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരുത്തി ആദ്യം പ്രസവിച്ചു, 3 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റവള് പ്രസവിച്ചു. പക്ഷേ ഒരുത്തി ഒരു കുഞ്ഞിൻ്റെ മുകളിൽ കയറി കിടന്ന് ആ കുഞ്ഞങ്ങ് മരിച്ചുപോയി. അപ്പോൾ അതിന് 20-ാം വാക്യത്തിൽ പറയുക, അവൾ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് എന്നിട്ട് പറയാം, അടിയൻ ഉറങ്ങുന്ന സമയം അടിയൻ്റെ അരികെ നിന്ന് ആ അടിയൻ്റെ മകനെ എടുത്ത് അവളുടെ പള്ളക്കിലും അവളുടെ മരിച്ച കുഞ്ഞിനെ എടുത്ത് എൻ്റെ പള്ളക്കിലും കൊണ്ട് കിടത്തി. ദേവദാസിമാരെ, പാസ്റ്റർ വ്യക്തമായി പ്രാർത്ഥിച്ചതാ. ആ വിഷയം ആരാധിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കേണ്ട വിഷയമാ. തലമുറയെ നിർജീവമാക്കുന്ന പോര്. തലമുറയുടെ ആത്മീയത്തെ നിർജീവമാക്കുന്ന പോര്, തലമുറയുടെ അകത്തെ മനുഷ്യരെ നിർജീവമാക്കുന്ന പോര്. ജീവനില്ലാത്തതിനെ കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ ഇട്ട് തരാൻ ശത്രു പ്ലാൻ ചെയ്യുമ്പോഴുണ്ടല്ലോ, നടക്കില്ല, നടക്കില്ല, നടക്കില്ല. ഇന്ന് നമ്മൾ വിടുതൽ എടുത്തതാ. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ വിടുതൽ എടുത്തതാ. ഓ രഗമനാശകം. Praise God. Praise God. Hallelujah. ആ വിഷയം നമ്മൾ പ്രാർത്ഥിച്ച് വിടുതലെടുത്തതാ. Praise God. തലമുറയെ നിർജീവമാക്കി. പഠിക്കാൻ പോകുന്നിടത്തുനിന്ന് കുറേ ബാക്ക് പേപ്പേഴ്സും ഹല്ലേലൂയ സ്വഭാവ വൈകല്യവുമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് തിരിച്ചാക്കുന്നൊരു പോര്. കഴിഞ്ഞൊരു ദിവസം ഹല്ലേലൂയ ഒരു കുഞ്ഞ് ചർച്ചിൽ വന്നപ്പോൾ ചർച്ചിലുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആൻറ്റി, രുദ്രാക്ഷമാല പോലെ കിടക്കുന്ന ഒരെണ്ണം കഴുത്തേ കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്. അവൻ്റെ കൈ ഒന്ന് നോക്കണം. നഖവും വളർത്തി പുറത്തോട്ട് പോയതേ ഉള്ളന്നേ. പഥ്യോപദേശമുള്ള സഭയ്ക്കകത്ത് നിന്നിട്ടൊന്ന് പുറത്തേച്ച് പോയപ്പം തിരിച്ചു വന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഇടയിലെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലാക്കേണ്ടമേ, നിർജീവമാക്കാൻ പോകുന്ന പോരിനെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വിഷയം നേരത്തെ കർത്തദാസിൻ്റെ കൊടുത്ത് നമ്മൾ ആ വിഷയം പ്രാർത്ഥിച്ചതാ. ഹല്ലേലൂയ. ഇനി അടുത്ത അർദ്ധരാത്രി ഹല്ലേലൂയ ഞാൻ വിവരിക്കുന്നില്ല, നമുക്കറിയാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25:6 അർദ്ധരാത്രിക്കോ മണവാളൻ വന്നു. പ്രൈസ് ഗോഡ്. എന്തോ വേണം കയ്യിൽ, തെളിയിച്ച വിളക്കും വേണം, പാത്രത്തിൽ കരുതിയ എണ്ണയും വേണം. അർത്ഥം മനസ്സിലായോ? തെളിയിച്ച വിളക്കുണ്ട്, ശരിയാ. തെളിഞ്ഞു നിൽക്കുക സഭയില്, ശോഭിച്ച് നിൽക്കുക സഭയില്. പക്ഷെ നിന്റെ പാത്രത്തിൽ എണ്ണയുണ്ടോ? കരുതിയ എണ്ണയുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുണ്ടോ നിന്റെ കയ്യില്? അർദ്ധരാത്രിയിൽ മണവാളൻ വരും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 11:5 ഹല്ലേലൂയ. അതിനകത്ത് പറയുന്നത് നമുക്കറിയാം. ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്നു, ഒരാളെ വിസിറ്റ് ചെയ്യാനായിട്ടാണ് വന്നത്. ഹല്ലേലൂയ. പുള്ളിക്കാരനെ കൊടുക്കാനൊന്നുമില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? വേറൊരു സ്നേഹിതൻ്റെ അടുത്തേക്ക് പോയി. ഹല്ലേലൂയ. ദൈവസഭയൊക്കെ ഉണ്ട് അതിനകത്ത്. പ്രൈസ് ഗോഡ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് അങ്ങ് നിർത്താം. പ്രൈസ് ഗോഡ്. അവിടെ ചെന്നപ്പോൾ എന്തോ പറഞ്ഞിരിക്കുന്നത്, കഥ അടച്ചിരിക്കുക, പൈതങ്ങൾ കൂടെ കിടക്കുക, വലിയ പ്രയാസം, എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എഴുന്നേറ്റ് തരാൻ പറ്റത്തില്ല. പക്ഷേ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മടുത്തു പോകാതെ ഏത് അർദ്ധരാത്രിയുടെ അനുഭവത്തിലാണേലും കുഞ്ഞേ, നിന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ, എഴുന്നേൽക്കേണ്ടവൻ എഴുന്നേൽക്കും. എന്ത് തരും? വേണ്ടുന്നിടത്തോളം, ആസ് മച്ച് ആസ് യു വോണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആസ് മച്ച് ആസ് യു നീഡ്. നിനക്ക് ആവശ്യമുള്ളത്രയും. എത്ര ആ ഫ്രണ്ട് എത്രമാത്രം കഴിക്കും അത്രയും തരാമെന്നല്ല, എത്ര പേരാ വന്നാൽ അത്രയും തരാമെന്നല്ല.
as much as you want. ഹല്ലേലൂയ. സമാധാനം നിനക്ക് എത്രത്തോളം ആഗ്രഹമുണ്ട് കുഞ്ഞെ? ആരോഗ്യം നിനക്ക് എത്രത്തോളം ആഗ്രഹമുണ്ട്? എന്നെ സംബന്ധിച്ച് ഇന്ന് എനിക്ക് പ്രസംഗിക്കാനുള്ള ആ സമയം അത്രയും എനിക്ക് ശബ്ദം വേണമായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് ബലം എൻ്റെ ദൈവം തരണമായിരുന്നു. പ്രാർത്ഥിച്ച ദൈവദാസനോട് സഭയോട് ഞാൻ നന്ദി പറയുക. കർത്താവ് എന്നെ നിർത്തി. നീ ചോദിക്ക നിനക്ക് ആവശ്യമുള്ളത്രയും വേണ്ടുന്നിടത്തോളം തരുന്ന ഒരു ദൈവമുണ്ട്. അർദ്ധരാത്രിയിൽ നീ എഴുന്നേറ്റ് ചോദിക്ക്. സമയം വേഗത്തിൽ പോവാ. ഞാൻ എൻ്റെ വാക്കുകളെ 12:30 വരെ പൊക്കോളാൻ പറഞ്ഞു. ഇനി 3 മിനിറ്റ് കൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ ഭാവിച്ചാൽ എന്നെ പഠിപ്പിച്ചതാ. അല്ലേ 2007 തോമസ് ഫിലിസാറിൻ്റെ യൂണിയൻ ക്രിസ്ത്യൻ വിമൻ ഫെലോഷിപ്പിൽ ഹല്ലേലൂയ ഞാനും ഞങ്ങളുടെ ചേർച്ചിലെ മോളിയാണ് ഞാൻ കൊണ്ടുപോയത്. ഭാവിച്ചാനാ പക്ഷേ അന്ന് ഡ്രൈവ് ചെയ്ത് വന്നത്. പ്രസംഗിച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ സന്തോഷത്തോടെയൊക്കെ ഇരുന്നു. വാച്ചാൻ പറഞ്ഞ് പ്രസംഗം കൊള്ളത്തില്ലായിരുന്നു. ഞാൻ ചോദിച്ചു എന്തുവാ? 7 മിനിറ്റാണ് അതാണ് കൂടുതലെടുത്തത്. ഹല്ലേലൂയ. ഇവർക്കെല്ലാം അറിയാം, എൻ്റെ കൂടെ വന്നവർക്കറിയാം വാച്ചാൻ ഭയങ്കര പങ്ക്ച്വലാ. അതുകൊണ്ട് ഹല്ലേലൂയ 3 മിനിറ്റ് ഉണ്ട്, ഞാൻ നിർത്തുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. വെളിച്ചപ്പാടത്തിയുടെ ഹല്ലേലൂയ ലാഭമൊക്കെ പോയപ്പോൾ ഹല്ലേലൂയ വസ്ത്രം ഉരിഞ്ഞു ഓൾ കണ്ടടുപ്പിച്ചു വലിച്ചേഴച്ച് കൊണ്ടുവന്നവരെ തടവിലാക്കി. ഹല്ലേലൂയ. എന്ന അർദ്ധരാത്രിയിൽ അവരെന്ത് ചെയ്തു? അർദ്ധരാത്രിയിൽ അവർ എഴുന്നേറ്റു. കൊയർ എന്നെ ഒന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ. അപ്പൊ ഒരു പാട്ട് പാടി സഹായിക്കണമേ. എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവിടെ ദൈവശക്തി വെളിപ്പെട്ടു. പ്രാർത്ഥിച്ചപ്പോൾ, സ്തുതിച്ചപ്പോൾ, അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ, ആ പാട്ടുപാടി ആരാധിച്ച് ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം ആ പാട്ടുപാടി നമുക്ക് ആരാധിക്കാമേ. ഹല്ലേലൂയ. എന്ത് പറ്റി? ഹല്ലേലൂയ. ദൈവശക്തി വെളിപ്പെടുത്തപ്പോൾ, അഭിഷേകം വെളിപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ, സ്തോത്രം തുടങ്ങിയപ്പോൾ, സ്തുതി തുടങ്ങിയപ്പോൾ, അർദ്ധരാത്രിയിൽ എന്ത് സംഭവിച്ചു? അടിസ്ഥാനങ്ങൾ ഇളകി. അടിസ്ഥാനങ്ങൾ ഇളകിയെങ്കിൽ ഹല്ലേലൂയ ഭൂകമ്പം നടന്നെങ്കിൽ ഹല്ലേലൂയ ദൈവശക്തിയുടെ വ്യാപാരം അവിടെ നടന്നില്ലേ? അർദ്ധരാത്രിയിൽ നടന്നില്ലേ? ചില വാതിലുകൾ തുറന്നില്ലേ? ഇന്ന് പകൽക്കാലം ചില വാതിലുകൾ സ്വർഗം തുറക്കുക. ചില വാതിലുകൾ സ്വർഗം തുറക്കുക.